അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അധ്യായം 11. വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് അപ്പോസ്തലന്മാരും യഹൂദിയിൽ എല്ലായിടത്തുമുള്ള സഹോദരങ്ങളും കേട്ടു. പത്രോസ് യെരുശലേമിൽ എത്തിയപ്പോൾ പരിച്ഛേദിതരായ സഹോദരങ്ങൾ അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട്, താങ്കൾ അപരിച്ഛേദിതരുടെ ഭവനത്തിൽ പോയി അവരോടുകൂടെ ഭക്ഷണം കഴിച്ചത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. പത്രോസ് എല്ലാ കാര്യങ്ങളും സംഭവിച്ച ക്രമത്തിൽ തന്നെ സൂക്ഷ്മമായി അവരോട് വിശദീകരിച്ച് പറഞ്ഞത്: ഞാൻ യോപ്പ നഗരത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ആത്മാനുഭൂതിയിലായി. ഒരു ദർശനം കണ്ടു. 4 കോണും കെട്ടിയ വലിയ വിരിപ്പ് പോലുള്ള ഒന്ന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങുന്നതായി ഞാൻ കണ്ടു. അതെൻ്റെ അരികിലെത്തി. ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഭൂമിയിലെ നാൽക്കാലികൾ, കാട്ടുജന്തുക്കൾ, ഇഴജാതികൾ, ആകാശത്തിലെ പക്ഷികൾ എന്നിവയെ അതിനുള്ളിൽ കണ്ടു. പത്രോസേ, എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്ന് എന്നോട് പറയുന്ന ഒരു ശബ്ദവും ഞാൻ കേട്ടു. ഇല്ല കർത്താവേ, അശുദ്ധമോ മലിനമോ ആയ യാതൊന്നും ഒരിക്കലും ഞാൻ ഭക്ഷിച്ചിട്ടില്ല എന്ന് ഞാൻ ഉത്തരം പറഞ്ഞു. ആ ശബ്ദം സ്വർഗത്തിൽ നിന്നും രണ്ടാമതും എന്നോട്, ദൈവം ശുദ്ധീകരിച്ചതൊന്നും അശുദ്ധമെന്ന് പറയരുത് എന്നരുളി ചെയ്തു. ഇങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. പിന്നെ അതെല്ലാം തിരികെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. അപ്പോൾ തന്നെ കൈസരിയയിൽ നിന്ന് എൻ്റെ അടുക്കിലേക്ക് അയക്കപ്പെട്ട 3 പേർ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി. മടിക്കാതെ അവരോടുകൂടെ പോക എന്ന് ആത്മാവ് എന്നോട് കൽപ്പിച്ചു. ഈ 6 സഹോദരങ്ങളും എൻ്റെ കൂടെ പോകുന്നു. അങ്ങനെ ഞങ്ങൾ ആ മനുഷ്യൻ്റെ വീട്ടിലെത്തി. തൻ്റെ ഭവനത്തിൽ ഒരു ദൈവദൂതൻ നിൽക്കുന്നത് കണ്ടു എന്നും ആ ദൂതൻ അവനോട്, നീ യോപ്പയിലേക്ക് ആളയച്ച് പത്രോസ് എന്ന് വിളിക്കുന്ന ശിമോനെ വരുത്തുക. നീ നിൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും രക്ഷിക്കപ്പെടാനുള്ള സന്ദേശം അവൻ നിനക്ക് നൽകുമെന്ന് അറിയിച്ചുവെന്നും അവൻ ഞങ്ങളോട് പറഞ്ഞു. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ വന്നതുപോലെ അവരുടെ മേലും വന്നു. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, എന്നാൽ നിങ്ങൾക്കോ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കും എന്ന് കർത്താവ് പറഞ്ഞ വാക്ക് അപ്പോൾ എനിക്ക് ഓർമ്മ വന്നു. യേശുക്രിസ്തുവിൽ വിശ്വസിച്ച നമുക്ക് തന്ന അതേ ദാനം ദൈവം അവർക്ക് നൽകിയെങ്കിൽ ദൈവത്തോട് എതിർത്ത് നിൽക്കാൻ ഞാൻ ആര്? ഇത് കേട്ടപ്പോൾ അവർ ശാന്തരായി മിണ്ടാതിരുന്നു. അങ്ങനെയെങ്കിൽ ജീവനിലേക്ക് നയിക്കുന്ന മാനസാന്തരം ദൈവം വിജാതിയർക്കും നൽകിയിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. സ്തേഫാനോസ് നിമിത്തമുണ്ടായ പീഡനത്തിൽ ചിതറിപ്പോയവർ വിജാതിയരോട് മാത്രം സുവിശേഷം അറിയിച്ചുകൊണ്ട് ഫൊയ്നീക്കിയ, കുപ്രോസ്, അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു. അവരിൽ കുപ്രോസിൽ നിന്നും കുറേനയിൽ നിന്നുമുള്ള ചിലർ അന്ത്യോക്യയിലെത്തി യവനരോടും കർത്താവായ യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു. കർത്താവിൻ്റെ കരം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഒട്ടേറെ ആളുകൾ വിശ്വസിച്ച് കർത്താവിലേക്ക് തിരിഞ്ഞു. ഈ വാർത്ത യെരുശലേമിലെ സഭ കേട്ടു. അവർ ബർന്നബാസിനെ അന്ത്യോക്യയിലേക്ക് അയച്ചു. അവൻ അവിടെ എത്തി ദൈവകൃപ കണ്ട് സന്തോഷിച്ച് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ അവരെ ഉത്സാഹിപ്പിച്ചു. ബർന്നബാസ് ഒരു ഉത്തമ മനുഷ്യനും പരിശുദ്ധാത്മാവും വിശ്വാസവും നിറഞ്ഞവനുമായിരുന്നതിനാൽ വലിയൊരു കൂട്ടം ആളുകൾ കർത്താവിലേക്ക് ചേർക്കപ്പെട്ടു. അനന്തരം ശൗലിനെ അന്വേഷിക്കാൻ ബർന്നബാസ് തർസോസിലേക്ക് പോയി. അദ്ദേഹത്തെ കണ്ടെത്തി അന്ത്യോക്യയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ബർന്നബാസും ശൗലും 1 വർഷം മുഴുവനും സഭയോട് ചേർന്ന് ധാരാളം ആളുകളെ പഠിപ്പിക്കുകയും ചെയ്തു. അന്ത്യോക്യയിൽ വെച്ചാണ് ക്രിസ്ത്യാനികളെന്ന് ആദ്യമായി ശിഷ്യർ വിളിക്കപ്പെട്ടത്. ആ കാലത്ത് ചില പ്രവാചകർ യെരുശലേമിൽ നിന്നും അന്ത്യോക്യയിൽ വന്നു. അവരിൽ അഗബോസ് എന്നു പേരുള്ള ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഭൂലോകമെങ്ങും വലിയൊരു ക്ഷാമം ഉണ്ടാകുമെന്ന് ആത്മാവിൽ പ്രവചിച്ചു. ക്ലൗദിയോസിൻ്റെ കാലത്ത് ഇത് സംഭവിച്ചു. ശിഷ്യരെല്ലാവരും അവരവരുടെ കഴിവുകൾക്കനുസരിച്ച് യഹൂദിയിൽ താമസിക്കുന്ന സഹോദരങ്ങൾക്ക് സഹായം നൽകാൻ നിശ്ചയിച്ചു. അവർ ബർന്നബാസിൻ്റെയും ശൗലിൻ്റെയും കൈവശം അത് സഭാ മുഖ്യന്മാർക്ക് കൊടുത്തയച്ച് അവരുടെ തീരുമാനം നിറവേറ്റി.